സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ മതിയായ ഡോക്ടർമാരില്ലാതെ ചികിത്സ താളം തെറ്റുന്നു. പുതിയ തസ്തികകൾ അനുവദിക്കാൻ ധനവകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് വിമർശനം. അധിക ജോലിഭാരവും സ്ഥലം മാറ്റവുമുള്ള ഡോക്ടർമാരെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നാണ് വിലയിരുത്തൽ. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യരംഗം താറുമാറായിട്ട് കാലം കുറയായി. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ വിവിധ തസ്തികകളിൽ മതിയായ ഡോക്ടർമാർ പോലും ഇല്ല എന്നുള്ളതാണ്. ഇത് വലിയ രീതിയിൽ ചികിത്സയുടെ താളം തെറ്റിക്കുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പുതിയ തസ്തികകൾ അനുവദിക്കാൻ ധനവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുതയും കൂടിയല്ലേ? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാവുന്നത് എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആരോഗ്യവകുപ്പും ധനവകുപ്പും തമ്മിലടി രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ്. മന്ത്രിസഭയിൽ ഉൾപ്പെടെ ഈ മന്ത്രിമാർ തമ്മിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും മനസ്സിലാക്കേണ്ടത്. ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിലാണ് മതിയായ ഡോക്ടർമാരില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിൽ പ്രധാനമായും ഇടുക്കി, കോന്നി, കാസർഗോഡ് മെഡിക്കൽ കോളേജുകളിലായി 180 ഡോക്ടർമാരുടെ ഒഴിവുകളാണ് ഉള്ളത്. എന്നാൽ ഇത്രയും തസ്തികകൾ അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടിലേക്കാണ് ധനവകുപ്പ് കടന്നിരിക്കുന്നത്. എന്നാൽ 101 ഡോക്ടർമാരെ എങ്കിലും നിയമിക്കണമെന്നൊരു കാര്യം തന്നെയാണ് ആരോഗ്യ വകുപ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിന് തയ്യാറല്ല എന്നൊരു കാര്യം തന്നെയാണ് ധനവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടുക്കിയിലും കോന്നിയിലും അധികമായി ഒരു നിയമനവും നടത്താൻ സാധ്യമല്ല എന്നൊരു കാര്യമാണ് ധനവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നിന്നായി 34 ഡോക്ടർമാരെ കോന്നിയിലേക്ക് മാറ്റാമെന്ന നിർദ്ദേശം ധനവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് ആരോഗ്യ വകുപ്പ് തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ധനവകുപ്പിന്റെ നിലപാടിനെതിരെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്യണമെന്ന്, അതായത് സംഘടനകൾ ഉൾപ്പെടെ ഒരുമിച്ചിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഭാഗമായി OP ഉൾപ്പെടെ ബഹിഷ്കരിച്ച് KGMSTയുടെ നേതൃത്വത്തിൽ സമരമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതുവരെ ധനവകുപ്പ് അതിന് തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി, നമുക്കറിയാം അടിക്കടി ഉണ്ടാവുന്ന ചികിത്സാ പിഴവുകൾ അടക്കമുള്ള സംഭവങ്ങളിൽ യാതൊരു തരത്തിലുള്ള വിശദീകരണവും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നിലവിൽ ഉണ്ടാകുന്നില്ല. അടിയന്തരമായി അന്വേഷണം പ്രഖ്യാപിക്കുന്നതല്ലാതെ അതിനൊന്നും യാതൊരു തരത്തിലുള്ള ശാശ്വതമായ പരിഹാരം കാണുവാനും ആരോഗ്യമന്ത്രി ശ്രമിക്കുന്നില്ല. എന്തായാലും KGMC ഉൾപ്പെടെയുള്ള സംഘടനകൾ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. OP ഉൾപ്പെടെ ബഹിഷ്കരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം അവരുടെ പ്രതിഷേധമുണ്ടായത്. വരും ദിവസങ്ങളിൽ ക്ലാസുകൾ ഉൾപ്പെടെ ബഹിഷ്കരിച്ച് മണിക്കൂറുകൾ നീണ്ട സമരത്തിനായിരിക്കും അവർ തുടക്കം കുറിക്കുക. അത്തരത്തിലാണെങ്കിൽ സാധാരണക്കാരായ നിരവധി ആളുകൾക്ക്, നിരവധി രോഗികൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ധനവകുപ്പും ആരോഗ്യ വകുപ്പും തമ്മിലുള്ള തമ്മിലടിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിയമനം നടത്താൻ സാധ്യമല്ല എന്നൊരു കാര്യം തന്നെയാണ് ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. രോഹിണി, ശരി ദിസ്ന, എന്തായാലും സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ മതിയായ ഡോക്ടർമാരില്ലാതെ ചികിത്സ താളം തെറ്റുകയാണ് ഒരു ഭാഗത്ത്. എന്നാൽ പുതിയ തസ്തികകൾ അനുവദിക്കാൻ ധനവകുപ്പ് തയ്യാറാകുന്നുമില്ല എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. വകുപ്പുകൾ തമ്മിലുള്ള ഈ മത്സരം ബുദ്ധിമുട്ടിക്കുന്നതാകട്ടെ വളരെ സാധാരണക്കാരായ രോഗികളെയാണ് എന്നുള്ളതാണ്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ അനാസ്ഥ ഇരു വകുപ്പുകളും തുടരുന്നത്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.